ഇന്നത്തെ റോ എപ്പിസോഡ് വുമൺസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി വന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. റിയ റിപ്ലി വന്നതിന് ശേഷം കഴിഞ്ഞ റോ എപ്പിസോഡിൽ ലിവ് മോർഗൻ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയും അതിനുശേഷം തനിക്ക് ഇഞ്ചുറി ആയി എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ചാമ്പ്യൻഷിപ്പ് ഇവിടെ റിലിംഗ്വിഷ് ചെയ്തുകൊണ്ട് താൻ WWE വിട്ട് പോകുന്നു, ഇങ്ങനെയാണ് റിയ റിപ്ലി പറഞ്ഞത്. അതായത് ലിവ് മോർഗൻ എൻ്റെ അടുത്ത് പ്രതികാരം തീർത്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വിട്ടുപോകുന്നത്, അതായത് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അതുപോലെ തന്നെ ഈ ഒരു നിമിഷം റിയ റിപ്ലിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് എന്നും റിയ റിപ്ലി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും എന്നറിയില്ല, അത് ആരുടെ കയ്യിലാണെങ്കിലും ഞാൻ അവരുടെ കൂടെ മാച്ച് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങും. ഈ ഒരു ലെവലിലൊക്കെയാണ് റിയ റിപ്ലി ഈ സെഗ്മെൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ റിയ റിപ്ലിനെ കഴിഞ്ഞ ആഴ്ച ലിവ് മോർഗൻ അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് ഇഞ്ചുറി വന്നിട്ടുള്ളത് എന്നാണ് WWE കാണിച്ചത്. ഇനി ബെക്കി ലഞ്ചിൻ്റെ കൂടെ നടന്ന മാച്ചിലെങ്ങാനും എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചോ എന്നറിയില്ല. ഇത് കുറച്ച് മാസങ്ങൾ മുൻപൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം സന്തോഷിച്ചേനെ. ആ സമയത്ത് റിയ റിപ്ലി ഒട്ടും സെറ്റല്ലായിരുന്നു ഇഞ്ചുറി കാരണമൊക്കെ. എന്നാൽ ഇപ്പോൾ അവർ വേറെ ലെവലായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് അല്പം വിഷമമുണ്ട് ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്തതിൽ. പിന്നീട് ലിവ് മോർഗൻ അവിടെ വരുന്നതായിട്ടും അതേസമയം ആഡം പിയേഴ്സും സെക്യൂരിറ്റി ടീമെല്ലാം ലിവ് മോർഗനെയും റിയ റിപ്ലിനെയും എല്ലാം തടയും. അതേസമയം റിയ സെക്യൂരിറ്റി ടീമിലുള്ള ഒരാളെ ഹെഡ് വെച്ച് അറ്റാക്ക് ചെയ്തു. ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. ശേഷം ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ഡേ ടീം റിയ റിപ്ലിയുമായിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് സമാധാനിപ്പിക്കുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് 8 മാസങ്ങൾക്ക് ശേഷം WWE റിട്ടേൺ ചെയ്ത ഷെയ്മസിന്റെ മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് ഷെയ്മസിന് ഐവാറിന്റെ കൂടെയാണ് നടന്നത്. ഈ റോ എപ്പിസോഡിന് പകരം റസൽമേനിയ കഴിഞ്ഞ റോ എപ്പിസോഡായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി സെറ്റായേനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സെറ്റ് കൊണ്ടുവരാമെന്ന് തോന്നി. എന്നാലും ഷെയ്മസിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഷെയ്മസ് ഐവാറിന്റെ റോപ്പിന്റെ മുകളിൽ നിന്നും വൈറ്റ് നോയ്സ് എല്ലാം ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ബ്രോക്കിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മാച്ചിൽ ഷെയ്മസ് ആണ് ഐവാറിനെ തോൽപ്പിച്ച് വിൻ ചെയ്തത്. പിന്നീട് ത്രിബിളച്ച് വന്ന് ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ ന്യൂ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ആസം ട്രൂത്ത്, മിസ് ആൻഡ് ആർ ട്രൂത്ത് ഇവരെ കൊണ്ടുവന്ന് ഒരു സെഗ്മെന്റ് ചെയ്തു. ആഡം പിയേഴ്സ് എല്ലാം ഈ സെഗ്മെന്റിൽ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിലുള്ള റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാറ്റിക്കൊണ്ട് പുതിയ ചാമ്പ്യൻഷിപ്പാണ് ഇവർക്ക് കൊടുത്തത്. അങ്ങനെ ഇവർക്ക് ആ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എല്ലാം കൈമാറി റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കൊണ്ട് ത്രിബിളച്ച് അവിടെ നിന്നും പോയി. അപ്പോൾ ഈ സെഗ്മെന്റ് അല്പം ഫണ്ണായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ത്രിബിളച്ചിന് ആർ ടൂത്ത്, ടൊമോസ സിയംബ എന്നും അതുപോലെ തന്നെ ത്രിബിളച്ച് ഇന്ന് ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ആഡം പിയേഴ്സ് ഇപ്പോൾ ഒരു ത്രിബിൾ ത്രെഡ് മാച്ച് നടക്കുമെന്നും ആ മാച്ചിൽ വിൻ ചെയ്യുന്നവരിൽ ആർ ടൂത്ത് ആൻഡ് മിസ് ഇവരുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നീട് ആ ഒരു ടാഗ് ടീം മാച്ചാണ് നടന്നത്. DIY വേഴ്സസ് ക്രീഡ് ബ്രദേഴ്സ് വേഴ്സസ് ന്യൂ ഡേ, ഇവർക്കാണ് ഈ ഒരു ത്രിബിൾ ത്രെഡ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ നോക്കുകയാണെങ്കിൽ സേവിയർ വുഡ്സ് ക്രീഡ് ബ്രദേഴ്സിന് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് പിൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയം DIY ടീം റിങ്ങിൽ കയറി അവരുടെ കോംബോ ഫിനിഷർ സേവിയർ വുഡ്സിന് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ DIY, അതായത് ജോണി ഗർഗാനോ ആൻഡ് ടൊമോസ സിയംബ ഇവരാണ് വിൻ ചെയ്ത് ആസം ട്രൂത്തിന്റെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ 1 കണ്ടൻഡർ ആയത്. അതിനുശേഷം കഴിഞ്ഞ റോയിൽ CM പങ്ക് വന്നുകൊണ്ട് ഡ്രൂ മെക്കൻഡയറിന്റെ അവസരം കളഞ്ഞ വീഡിയോ ഫുട്ടേജ് എല്ലാം കാണിച്ച് ഡ്രൂ മെക്കൻഡയറിനോട് ആങ്കർ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരുന്നു. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ഡ്രൂ മെക്കൻഡയർ അവിടെ ചിരിച്ചുകൊണ്ട് നിന്ന് ആ ഒരു LED TV എല്ലാം ചവിട്ടി പൊട്ടിച്ചു. അതിനുശേഷം ഡ്രൂ അവിടെ നിന്ന് പോയി. അത്രയധികം ദേഷ്യമായിട്ടാണ് ഡ്രൂവിനെ കാണിച്ചിട്ടുള്ളത്. പിന്നീട് കാൻഡിസ് ലോറെ, ഇൻഡി ഹാർട്ട്വെൽ വേഴ്സസ് മാക്സി ഡുപ്രി ആൻഡ് ഐവി നെയ്റ്റ് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഇൻഡി ഹാർട്ട്വെലും അല്പം ഹീൽ ടേൺ ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് മാക്സി ഡുപ്ലിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം കാൻഡിസ് ലോറയെ കൊണ്ട് പിൻ ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ഇവരാണ് വിൻ ചെയ്ത് പോയത്. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിനെ കാണിച്ചു. അപ്പോൾ ആൻഡ്രോയിഡിനെ പോയി ശരിപ്പെടുത്താനായിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോട് ഫിൻ ബാലർ പറയുന്നുണ്ട്, കാരണം അവർക്ക് മാച്ച് ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ജെയ്സോയുടെ കൂടെ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഫിൻ ബാലർ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. പിന്നീട് ആൻഡ്രോയിഡ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് തമ്മിൽ സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് റിംഗ് സൈഡിൽ വെച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ ആൻഡ്രോയിഡേക്ക് ഒരു കനേഡിയൻ ഡിസ്ട്രോയർ എല്ലാം കൊടുത്തിരുന്നു. അത് വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നാൽ 619 എല്ലാം ട്രൈ ചെയ്തുവെങ്കിലും ആൻഡ്രോയിഡ് തൻ്റെ പുതിയ ഫിനിഷറായ ദി മെസ്സേജ് യൂസ് ചെയ്തുകൊണ്ട്
ഡൊമിനിക് മിസ്റ്റീരിയോനെ ഈ മാച്ചിൽ തോൽപ്പിച്ച് ആൻഡ്രോയിഡെയാണ് വിൻ ചെയ്തത്. ശേഷം JD മെക്ഡാനിക്ക് ആൻഡ്രോയിഡിനെ കയറി അറ്റാക്ക് ചെയ്തു. ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ റിക്കോഷെറ്റ് വന്നുകൊണ്ട് ആൻഡ്രോയിഡിനെ സേവ് ചെയ്ത് ഇവർ ഷെയ്ക്കൻഡ് കൊടുത്ത് ടീമാവുന്നത് പോലെ കാണിച്ചിരുന്നു. പിന്നീട് മെയിൻ ഇവന്റ് ജെയ്യൂസോടെ ഒരു ഇന്റർവ്യൂ പോലെ കാണിച്ചു. അതായത് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ടോമോട്ടോങ്ക ആൻഡ് സോളോ സിക്കാവ ജിമ്മി യൂസോനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ജെയ്യൂസോ പറയുന്നത് ജിമ്മി യൂസോട് തൻ്റെ അടുത്തേക്ക് വരാനാണ്, അതുപോലെ തന്നെ ഇന്ന് തനിക്ക് ഫിൻ ബാലറുമായിട്ടുള്ള മാച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ്യൂസോ അവിടെ നിന്നും പോകും. പിന്നീട് പൈപ്പർ നിവിൻ, ചെൽസി ഗ്രീൻ വേഴ്സസ് കെയ്റ്റൻ കാർട്ടർ ആൻഡ് കത്താന ചാൻസ് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ഇവരാണ് വിൻ ചെയ്തത്. ഇത് ഒരു ആവറേജ് മാച്ചായിട്ടാണ് തോന്നിയത്. അതിനുശേഷം അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോഡി റോഡ്സ് സെത്ത് റോളൻസിന് സ്പെഷ്യൽ താങ്ക്സ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആഡം പിയേഴ്സിനോടും താങ്ക്സ് പറഞ്ഞു. കാരണം കോഡി റോഡ്സ് ഇപ്പോൾ സ്മാക്ഡൗൺ ബ്രാൻഡിന്റെ റെസ്ലറാണ്. എന്നിട്ട് റോ ബ്രാൻഡിലേക്ക് തനിക്ക് പെർമിഷൻ തന്നതുകൊണ്ടാണ് ആഡം പിയേഴ്സിന് താങ്ക്സ് പറഞ്ഞത്. അതേപോലെ സെത്ത് റോളൻസിന് താങ്ക്സ് പറഞ്ഞത് സെത്ത് തൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് പാലിച്ചു എന്നാണ്. അതായത് ഒരു ഷീൽഡായിട്ട് നിന്നെ ഞാൻ കവർ ചെയ്ത് റെസ്സൽമേനിയയിൽ വരും എന്ന് സെത്ത് പറഞ്ഞിരുന്നു ഒരു റോ എപ്പിസോഡിൽ. ആ വാക്ക് സെത്ത് പാലിച്ചു എന്നും സെത്ത് റോളൻസ് ഇത് കാണുന്നുണ്ടാകുമെന്നും കോഡി റോഡ്സ് പറഞ്ഞുകൊണ്ട് സെത്ത് റോളൻസിന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞു. അതുപോലെ തന്നെ റോക്കിനെയും പറ്റി സംസാരിച്ചിരുന്നു. അതായത് റോക്ക് ഇനി തിരിച്ചു വന്ന് എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല നമ്മൾക്ക് രണ്ടുപേർക്കും ബ്ലഡ് വരും, കാരണം ഞാൻ നിന്നെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റിൽ പറഞ്ഞത്. പിന്നെ റോക്കിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നു എന്നും. അതുകൂടാതെ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ ടീം ജിമ്മി യൂസോനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും കോഡി റോഡ്സ് പറഞ്ഞിരുന്നു. അതായത് ട്രൈബൽ ചീഫ് പറഞ്ഞത് പ്രകാരമാണ് ടോമോട്ടോങ്ക, സോളോ സിക്കാവ ഇവർ ചേർന്ന് ജിമ്മി യൂസോനെ അറ്റാക്ക് ചെയ്തത് എന്നും. എന്നാൽ റോമൻ റെയിൻസ് റെസ്സൽമേനിയയ്ക്ക് ശേഷം ബ്ലഡ് ലൈനിൽ ആക്റ്റീവ് അല്ലല്ലോ, പിന്നെ ഏത് ട്രൈബൽ ചീഫാണ് പറഞ്ഞത്? അതായത് നമ്മൾക്കുള്ള ഡൗട്ട് തന്നെയാണ് കോഡി റോഡ്സും ചോദിച്ചത്. അതിനുശേഷം ഇവരെ പറ്റിയെല്ലാം അറിയുന്ന ഒരാളെ റിങ്ങിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ഇവന്റ് ജെയ്യൂസോയെ റിങ്ങിലേക്ക് വിളിക്കും. ജെയ്യൂസോ റിങ്ങിൽ വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും റെസ്പെക്ട് ചെയ്ത് റിങ് വിട്ട് പോകുന്നതിനേക്കാൾ മുൻപായിട്ട് കോഡി റോഡ്സ് ജെയ്യൂസോ ഹെൽപ്പ് ചെയ്ത കാര്യത്തെ പറ്റിയും ജെയ്യൂസോടും താങ്ക്സും പറയുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുപോലെ ജെയ്യൂസോയ്ക്ക് നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കോഡി റോഡ്സിനോട് ചോദിക്കാമെന്നും. അപ്പോൾ ജെയ്യൂസോ പറയുന്നത് ഇപ്പോൾ ഹെൽപ്പൊന്നും വേണ്ടി വരില്ല, ഇത് ഞാൻ തനിയെ നോക്കിക്കോളാം, ഈ ഒരു ലെവലിലൊക്കെയാണ്. അതായത് ജെയ്യൂസോയുടെ എല്ലാ മാച്ചിലും ജിമ്മി യൂസോ, സോളോ സിക്കാവ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ചാമ്പ്യൻഷിപ്പ് മാച്ചുകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാച്ചുകളിലൊക്കെ. അതാണ് കോഡി റോഡ്സ് ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നീട് ഇവർ ഷെയ്ക്ക് എല്ലാം കൊടുത്തുകൊണ്ട് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു. അതിനുശേഷം ഫിൻ ബാലർ വേഴ്സസ് ജെയ്യൂസോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഡെവിൻ പ്രീസ്റ്റ് മാച്ച് TV-യിൽ കാണുന്നതായിട്ടും പിന്നീട് ചാമ്പ്യൻഷിപ്പ് എടുത്ത് ബാക്ക് സ്റ്റേജിൽ നിന്നും റിങ്ങിലേക്ക് പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ ജെയ്യൂസോനെ ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും ജെയ്യൂസോ അത് മാറിക്കൊണ്ട് ഫിൻ ബാലറിന് ഒരു സ്പിയർ കൊടുത്ത് പിന്നീട് ജെയ്യൂസോയുടെ ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ജെയ്യൂസോയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഡാമിൻ പ്രീസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പുമായി റിങ്ങിൽ വന്ന് ഇവർ ഫേസ് ടു ഫേസ് നിൽക്കുന്ന സമയത്ത് ജഡ്ജ്മെന്റ് ഡേ ടീം മൊത്തം വന്നുകൊണ്ട് ജെയ്യൂസോനെ അറ്റാക്ക് ചെയ്യും. ഇത് ഡാമിൻ പ്രീസ്റ്റിന് ഇഷ്ടപ്പെടാത്തത് പോലെ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിങ്ങിന് പുറത്തേക്ക് എടുത്തിടുമ്പോൾ ജെയ്യൂസോ ഇവരെ സൂപ്പർ കിക്ക് അടിച്ചുകൊണ്ട് ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ രക്ഷപ്പെട്ടു പോകും. പിടിക്കാൻ നോക്കുമ്പോൾ ഫിൻ ബാലറിനെയും JD മെക്ഡാനിക്കിനെയും അറ്റാക്ക് ചെയ്ത് നേരെ ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ ബാക്ക് സ്റ്റേജിലേക്ക് പോയി. ബാക്ക് സ്റ്റേജിൽ എത്തിയ സമയത്ത് അവിടെ IC ചാമ്പ്യൻ സാമി സൈൻ നിൽക്കുന്നതായിട്ടും പിന്നീട് സാമി സൈനുമായിട്ട് ജെയ്യൂസോ സംസാരിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് സാമി സൈൻ്റെ റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ തന്നെ സാമി സൈൻ്റെ ഹോം ടൗണിലാണ് ഇന്ന് റോ എപ്പിസോഡ് നടക്കുന്നത്. അതുകൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു വേറെ ലെവൽ എൻട്രൻസ്, അത് ഇന്നത്തെ റോ എപ്പിസോഡ് എന്നല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എൻട്രൻസ് സാമി സൈനിന് ഇന്ന് റോ എപ്പിസോഡിൽ കിട്ടിയിരുന്നു. ഫാൻസിൻ്റെ ഇടയിൽ കൂടെ ബാക്ക് സ്റ്റേജിൽ നിന്നും വന്നുകൊണ്ട് ഒരു മരണമാസ എൻട്രൻസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഒന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ല എങ്കിൽ റിപ്പീറ്റുള്ള സമയത്തോ അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്കോ അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. വേറെ ലെവൽ എൻട്രൻസ് ആയിരുന്നു. വളരെയധികം സപ്പോർട്ട് സാമി സൈന് കിട്ടിയിരുന്നു, ഹോം ടൗൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ എൻട്രൻസിനൊക്കെ ശേഷം മെയിൻ ഇവന്റ് മാച്ച് നടന്നത് IC ചാമ്പ്യൻ സാമി സൈൻ വേഴ്സസ് ചാറ്റ് കേബിൾ ഇവർക്ക് തമ്മിലുള്ള IC ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. മാച്ചിനേക്കാൾ മുൻപായിട്ട് ചാറ്റ് കേബിളിനോട് ബ്രോൺസൺ റീഡ് പറയുന്നത്
ഇന്ന് ആര് ചാമ്പ്യൻ ആയാലും അവരുടെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് അധികം നാൾ മുന്നോട്ട് പോവില്ല. അതായത് ബ്രോൺസൺ റീഡ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകും. ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ച് വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ഈ മാച്ച് ഒരു പേപ്പർ വ്യൂവിൽ നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷർ അല്ലെങ്കിൽ കിക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ പരമാവധി ചാറ്റ് കേബിൾ ട്രൈ ചെയ്തുവെങ്കിലും സാമി സൈൻ ഒരു അവസരം കിട്ടുമ്പോൾ ഹെലുവ കിക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം പരസ്പരം ഇവർ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഷെയ്ക്കേൻ്റെ എല്ലാം കൊടുത്ത് റിങ് വിട്ട് പോകുന്നതായിട്ടും സാമി സൈൻ തൻ്റെ ഫാമിലിയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം തന്നെ ചാറ്റ് കേബിൾ വന്നുകൊണ്ട് സാമി സൈനെ അറ്റാക്ക് ചെയ്ത് സാമി സൈനെ ഇഞ്ചുറി ആക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. ഈ മാച്ചിൽ സാമി സൈൻ്റെ കാലിൽ ഇഞ്ചുറി പറ്റിയതുപോലെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് വേറെ ലെവലായിട്ടുണ്ട്. ചാറ്റ് കേബിൾ ഹീൽ ടൈം ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ റസൽ മിനിയിലാണ് പ്രതീക്ഷ. എന്തായാലും ഇതിൻ്റെ റീമാച്ച് ബാക്ക് ക്ലാഷിലൊക്കെ വേറെ ലെവലായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ റോ എപ്പിസോഡിൽ നടന്നത്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.